ദൈവങ്ങൾ ചിലപ്പോൾ കണ്ണടയ്ക്കാറുണ്ട്. അത് മനുഷ്യൻ്റെ കണ്ണുകൾ തുറക്കാൻ വേണ്ടിയിട്ടാണ്. 2018 മധു എന്ന് പറയുന്നൊരു ആദിവാസി യുവാവ്, അട്ടപ്പാടിയിലെ ദരിദ്രനായൊരു മനുഷ്യൻ, 27കാരനായ ബുദ്ധിക്ക് ചെറിയ കുറവുകളുള്ളൊരു ചെറുപ്പക്കാരൻ, ചില ഭക്ഷണ പദാർത്ഥങ്ങൾ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് എടുത്തതിൻ്റെ പേരിൽ ചില സദാചാര ഗുണ്ടകളുടെ കൈകൊണ്ട് തല്ലിക്കൊന്ന ആ ഒരു ചെറുപ്പക്കാരൻ. അന്ന് ദൈവം കണ്ണടച്ചു. മധുവിൻ്റെ വിശപ്പകറ്റാൻ കഴിഞ്ഞില്ല ദൈവത്തിന്. അന്ന് ആ ദൈവത്തിന് മധുവിൻ്റെ ആയുസ് നീട്ടിക്കൊടുക്കാനും കഴിഞ്ഞിട്ടില്ല. ഇന്ന് അതേ ദൈവം കണ്ണ് തുറന്നിരിക്കുകയാണ്. സ്വർണങ്ങൾ പൂശിയ പാളികൾ കട്ട കള്ളന്മാർ എന്ന് വേണം പറയാൻ. ചില മാധ്യമ വാർത്തകളിൽ കണ്ടിരുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒന്നാം പ്രതി. എന്തിൻ്റെ പേരിൽ എന്നില്ല, സ്വർണപ്പാളികൾ കട്ട അയ്യപ്പ സന്നിധിയിൽ നിന്നും സ്വർണം പൂശിയ പാളികൾ കട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്നാം പ്രതി എന്നാണ് പറയേണ്ടത്. എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത അയ്യപ്പൻ ദർശനങ്ങൾക്ക് ലക്ഷങ്ങൾ കാത്തു നിൽക്കുമ്പോൾ സ്ഥിരം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ദർശനം കൊടുത്ത സന്നിധി, തൊട്ട് തലോടാനും പാദസേവ നടത്താനും ദൈവം അനുമതി കൊടുത്ത ചിലർ ആ സന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവത്തെ വഞ്ചിച്ചു. അത് ജനങ്ങളെ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇന്ന് കണ്ണു തുറന്നിരിക്കുന്നത്. ദൈവങ്ങളുടെ മണ്ണിൽ നിന്ന്, അതിന് ഏത് ദൈവമായിക്കോട്ടെ, പടച്ചവനായിരിക്കാം, അല്ലെങ്കിൽ യേശുക്രിസ്തു ആയിരിക്കാം, അല്ലെങ്കിൽ ഹൈന്ദവരുടെ പലമാതിരി ദൈവങ്ങളുണ്ട്, അവരാരുമായിരിക്കാം, മനുഷ്യർ വിശ്വസിക്കുന്ന ദൈവ സന്നിധിയിൽ നിന്ന് ഇനി ഒരു തരി മണ്ണെടുത്താൽ പോലും അവർ കണ്ണ് തുറക്കേണ്ട സമയത്ത് കണ്ണ് തുറക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയാതെ ദൈവസന്നിധിയിൽ നിന്നും അയ്യപ്പ നടയിൽ നിന്നും സ്വർണ്ണപ്പാളികൾ കട്ട കള്ളൻ എന്ന് വേണം പറയാൻ. അദ്ദേഹത്തെ തല്ലിക്കൊല്ലാനും അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കാനും ഇന്ന് സദാചാര ഗുണ്ടകൾ വരില്ല. കാരണം അട്ടപ്പാടിയിൽ മധു അല്ലല്ലോ. മധു എന്നങ്ങനെ തെരുവിലിറങ്ങി ഭക്ഷണ പദാർത്ഥങ്ങൾ മോഷ്ടിച്ചുവെങ്കിൽ അവൻ്റെ വീട്ടിലെ വയറ് കഴിയാൻ അവിടെ ആഹാരങ്ങളില്ല, അവൻ്റെ വിശപ്പടക്കാൻ അവിടെ ആഹാരങ്ങളില്ല. അതെത്തിക്കേണ്ട അധികാരികൾ അവിടെ എത്തിച്ചിട്ടുമില്ല. അതുകൊണ്ടായിരിക്കാം ഇന്നിവിടെ ഈ കവർച്ച നടത്തിയത്. ഈ സ്വർണ്ണപ്പാളികൾ എടുത്തവരുടെ വീട്ടിൽ ഉണ്ണാനും ഉറങ്ങാനും ഇല്ലാഞ്ഞിട്ടല്ല, ആർത്തി കൂടിയിട്ടാണ്. ഇവരെ കൊണ്ടുപോയി ജയിലിൽ കൊണ്ടുപോയിട്ട് ഊട്ടുകയല്ല വേണ്ടത്, ഉരുട്ടുകയാണ് വേണ്ടത്.